ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ വീട്ടിലോട്ട് വന്നപ്പോഴത്തേനും കസിൻ്റെ വീട്ടിലോട്ട് പോവാം. ഈ വ്യൂ ഒക്കെ നിങ്ങൾ ഓൾറെഡി എൻ്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെ, ഞാൻ ആ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അന്ന് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മര്യാദയ്ക്കൊന്ന് പോകാനോ സംസാരിക്കാനോ പറ്റിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നു. അവിടെയാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുറേ ചെടികളും വീടിൻ്റെ ഫ്രണ്ടിൽ പാടവും താറാവും കിളികളും അങ്ങനെ കുറേ നേരം അങ്ങനെ നോക്കിയിരിക്കാൻ നല്ല ഭംഗിയാട്ടോ. എന്താണെന്നറിയത്തില്ല, അവിടെ ഇരിക്കുമ്പോൾ നല്ല ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവരുടെ വീടിൻ്റെ ഔട്ട്സൈഡ് ഫുൾ ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഇവരുടെ ഫ്രണ്ടിൽ വന്ന് നോക്കി. ഈ വ്യൂ ഒക്കെ ഓൾറെഡി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ഈ വീട്ടിൽ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കൂടെ ഒരു കട്ടൻ ചായയും എന്തെങ്കിലും കഴിക്കാനായിട്ട് എന്തെങ്കിലും ചിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം നോക്കിയിരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇതുപോലെ കാണാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അങ്ങനെ ഞാൻ ഫുൾ കറങ്ങി നടന്നു. അപ്പോഴത്തേക്കിനും ആൻറ്റി ആണെങ്കിൽ എന്ത് ചെയ്തു, ചായയും ചേമ്പ് പുഴുങ്ങിയതും കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞാനത് കഴിച്ചു. ഇത് പിറ്റേ ദിവസത്തെ വ്യൂ ആണ്. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി ചുമ്മാ നടക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇത് മണിമലയാറ്റിലെ വെള്ളം കേട്ടോ ഈ ഇതിലേ കൂടെ ഒഴുകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ പാലത്തിൽ കൂടെ ഒക്കെ നടന്നു. അപ്പം എൻ്റെ അമ്മാച്ചൻ്റെ പിള്ളേർ സ്കൂളിൽ പോയിക്കോട്ടോ. അപ്പം ഞങ്ങളിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് കൊണ്ട് അവരെ വിളിക്കാൻ വേണ്ടി പോവാട്ടോ. അവർക്ക് ഭയങ്കര സങ്കടമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ വിളിക്കാൻ വന്നു. അപ്പം ഇതിങ്ങനെ ജസ്റ്റ് അമ്മച്ചിയും ഇതെൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മോനാണ്. അപ്പോൾ അവനും അമ്മച്ചിയായിട്ടുള്ള ഓരോ കുഞ്ഞു കുട്ടിക്കുറുമ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ അമ്മച്ചീൻ്റെ ഭയങ്കര ജീവനാട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ചെരുപ്പ് നന്നാക്കാനുണ്ടായിരുന്നു, അത് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ബസ് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജംഗ്ഷനിൽ വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല ഭംഗി, ആകാശം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് പഴങ്കഞ്ഞി കുറച്ചുകൂടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കറികളൊക്കെ കൂട്ടി പഴങ്കഞ്ഞി പോലെ ഞാൻ ചെയ്തു. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ പഴങ്കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യേ. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതേ ഞാൻ കുളിച്ച് വൃത്തിയായി. ഇത് പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണേ. ഗൈസ്, ഞാൻ കുളിച്ചതുകൊണ്ട് വൃത്തിയായിട്ടുണ്ട്. ഈ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് മൂന്ന് ദിവസത്തെ വീഡിയോ പല ടൈമിലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ്. കാരണം അമ്മ വീട്ടിൽ പോയതുകൊണ്ടും അവിടുത്തേതും പിന്നെ തിരിച്ച് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ഒറ്റ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം ഇപ്പം എൻ്റെ അമ്മാച്ചൻ്റെ പിള്ളേർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ ഇങ്ങോട്ടേക്ക് വരും. അത് മിക്ക ദിവസങ്ങളിലും മിക്ക ആഴ്ചകളിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി അവരെ വിളിക്കാൻ പോകണം. അങ്ങനെ ഗൈസ്, ഞാനും എൻ്റെ അനിയത്തിയും കൂടി അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. കാരണം ഈ കനാലിൽ കൂടെ കയറി കഴിഞ്ഞാൽ റോഡിലെത്തി എത്തും. അല്ലാണ്ട് നമുക്ക് നേരെ വേറെ വഴിക്ക് പോവാം. പക്ഷെ അത് ഒത്തിരി ലോങ് ആണ്. അപ്പം ഞങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ബസ് വന്നു. ഈ സ്കൂളിൽ തന്നെ കേട്ടോ ഞാനും എൻ്റെ അനിയത്തിയും LKG മുതൽ പഠിച്ചിട്ടുള്ളത്, +2 വരെ. അങ്ങനെ അവിടെ വന്ന ഉടനെ ബാഗും കാര്യങ്ങളൊക്കെ എൻ്റെ തന്നു. അങ്ങനെ ഇതേ പോകണം. അവൻ്റെ ഷർട്ട് കണ്ടോ, എൻ്റെ പൊന്നു ഗൈസ്, മൊത്തം മണ്ണും അഴുക്കുമാണ്. ഒന്നും പറയണ്ട. ഇനി അതെങ്ങനെ വെളുപ്പിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ബൈ ബൈ.